ഇന്ന് വന്നിരിക്കുന്നത് വലിയൊരു ബൗളും കൊണ്ടാണ്. നമ്മുടെ ഫിഷ് ബൗൾ. നമുക്ക് ഇത് വെച്ചിട്ട് അടിപൊളി ഒരു ടെറാറിയം ഉണ്ടാക്കിയെടുക്കാം. കൂട്ടുകാരെ നമുക്ക് കുറച്ച് മണ്ണ് എടുക്കാം നമ്മുടെ മുറ്റത്തുനിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മണ്ണ് പെറുക്കിയെടുത്തത് ഇത് കുഞ്ഞു കുഞ്ഞു മെറ്റലുകൾ കൊണ്ട് പെറുക്കിയെടുക്കാം. നമുക്ക് അടുപ്പിൽ നിന്ന് ഇതുപോലത്തെ കുറച്ച് കരിക്കട്ടകൾ പെറുക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് കുറച്ച് കരിക്കട്ട പോലെ പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മതിലുമുള്ള കുറച്ച് പുല്ല് പറിച്ചെടുക്കാം കേട്ടോ. മതി മതി. എൻ്റെ കൂട്ടുകാരെ നല്ല ഭംഗിയുള്ള പുല്ലുകൾ നമുക്കിത് കുറച്ച് പറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ഇതുപോലെ വലിയ മെറ്റൽ കഷ്ണങ്ങൾ പെറുക്കിയിടാം കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ മെറ്റൽ കഷ്ണങ്ങൾ പെറുക്കണം കാണിച്ചിട്ടുണ്ടായില്ല. അപ്പം നമുക്ക് ഇതുപോലെ വലിയ മെറ്റൽ കഷ്ണം പെറുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം. നമ്മുടെ ഭൂമിക്കടിയിൽ ആദ്യം കല്ലായിരിക്കുമല്ലോ, അപ്പം നമ്മൾ ആ ഒരു ഓർഡറിലൊന്ന് നമുക്കൊന്ന് ടെറാറിയം സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കരിക്കട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിരുമ്മി പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡാക്കി ഒന്ന് ലെവലാക്കി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നന്നായിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കരിക്കട്ട അടുപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വല്ല ഒരു ചുമ്മാ ഒന്ന് ചിരട്ടയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കത്തിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വേസ്റ്റൊക്കെ കത്തിക്കുന്ന സമയത്ത് ഒന്ന് ചിരട്ടയൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് കമ്പും അപ്പം നമുക്ക് ഇതുപോലെ സെറ്റായി കിട്ടും. എന്നിട്ട് കരിക്കട്ട അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടി ഉണങ്ങി തീ കനലായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാണ്ട് നമുക്കത് കട്ട പോലെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഇടാം. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണിൽ നമ്മളെടുത്ത മണ്ണിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ കുഞ്ഞു മെറ്റൽ കഷ്ണങ്ങളും ഞാൻ അതിൻ്റെ മുകളിലേക്ക് സൈഡിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് നനച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. ഇനി നമ്മൾ ഈ കല്ലുമ്മ തന്നെ നമ്മൾ ഈ പൂപ്പൽ പിടിച്ചിരിക്കണ സൈസ് കല്ല് നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലുമ്മ തന്നെ ഉള്ളത് കുറച്ച് പെറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മതിൽമേന്നൊക്കെ പറിച്ചെടുത്ത ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ അതിനകത്തേക്ക് ഫുള്ളൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ പച്ച കളർ തന്നെ വെറുതെ വെക്കുകയാണെങ്കിൽ തന്നെ കാണാൻ നല്ല രസമായിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ പച്ച പുല്ലുകൾ പറിച്ചെടുത്തിട്ടുണ്ട്, പൂപ്പൽ. അപ്പോൾ നമ്മൾ അതിനകത്തിരിക്കുന്ന കുറച്ച് ഗ്യാപ്പ് മാറ്റിയിട്ട് ആ മണ്ണിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി ഇതുമ്മ ഉള്ളതാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ചീത്തന്നായി പോകത്തില്ല വേഗം. നമ്മളെല്ലാ ദിവസവും വെയിൽ കൊള്ളുന്നിടത്ത് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറേ നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് വെക്കുന്ന ചെടികൾ, ചെറിയ കുട്ടി പ്ലാന്റുകളൊക്കെ വേറെ നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. ഇല്ല അതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സെല്ല് ചെയ്യാം. മാർക്കറ്റിൽ ഇതിന് നല്ല എമൗണ്ട് കിട്ടും കേട്ടോ വിറ്റിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വെറൈറ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെടികളൊക്കെ, കുട്ടി ചെടികളൊക്കെ നല്ല ഭംഗിയുള്ളത് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളാരങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവും. ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിന് വേറെ പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല. വെയിൽ കൊള്ളാൻ വേണ്ടി നമ്മൾ വെക്കണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ വെയിൽ കൊള്ളിക്കുന്ന ഇടയ്ക്കെടുത്ത്, ഇല്ലെങ്കിൽ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വേഗം ചീഞ്ഞ് പോകാൻ പറ്റാത്ത സൈസിലുള്ള ചെടികൾ വേണം ഇതിനകത്ത് വേണ്ടി വെക്കാൻ. പുല്ലൊക്കെ ഞാൻ പറിച്ച് വെച്ചേക്കണേ വേരപ്പാടിയാണ് ഇളക്കി എടുത്തിട്ട്, അതുകൊണ്ട് അതൊന്നും പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഒരു ബൗളെടുത്ത് വീട്ടിലുള്ള പുല്ലൊക്കെ പറിച്ചത് ഇതുപോലെ ചെടിയൊക്കെ വെച്ചിട്ടൊന്ന് നിങ്ങളുടെ ഐഡിയയിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കുവാണെങ്കിൽ അവരും ഹാപ്പിയാവും, നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ ഇത് ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അടിപൊളി കിഡുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ആകെ ചിലവാകുന്നത് ഈ ബൗളിൻ്റെ പൈസ മാത്രമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചെറിയൊരു ബൗള് ഒരു 50 റുപ്പീസിന് അവൈലബിൾ ആയിരിക്കും. ഇത് നമുക്ക്
എത്ര രൂപയെന്ന് അറിയില്ല, എൻ്റെ ബ്രദർ മേടിച്ചുകൊണ്ട് തന്നാണ്. അവനറിയാവുന്ന ഒരു ഷോപ്പിൽ പോയപ്പോൾ അതിൻ്റെ ചെറിയൊരു സൈഡിലൊരു ചില്ലിൻ്റെ കഷ്ണം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് കൊടുത്താണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് അവർക്ക് അത് ഫ്രീ ആയിട്ട് കൊടുത്ത്. അപ്പോൾ സംഭവം കിടുക്കാച്ചി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നെ ചെറുതൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ചാർ കുപ്പിയിലൊക്കെയാണ് ഞാൻ ആദ്യം ചെയ്തിരുന്നത്. ഇതൊരു വലിയൊരു ബൗളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിന് കെയറായിട്ട്. നിങ്ങളുടെ ഉള്ളിൽ വെക്കണം ഇതുപോലെ കുട്ടി പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിതിനകത്ത് ചെടിയൊക്കെ ചീത്തായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ചെടികൾ ഇതുപോലെ പറിച്ച് വെച്ചാൽ മതി. നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും പോവില്ല കേട്ടോ. ഇളം വെയിൽ കൊണ്ട് എന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യും ഒത്തിരി നാൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെടികളൊക്കെ എങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കണുണ്ടോ ഇല്ലെന്ന് നിങ്ങളൊന്ന് നോക്ക്. ഞാൻ ഈ ടെറാറിയം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഒരു ഫിഷ് ബൗൾ നേരെ പോയി വാങ്ങിച്ചിട്ട് എത്ര വലിപ്പമുള്ള വേണമെങ്കിലും മേടിച്ചോ. അടിപൊളി ഒരു ടെറാറിയം ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ വെക്കാം. ഇതിന് നല്ല അടിപൊളി ഒരു ഇൻഡോർ ഡെക്കോർ നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ഒരു അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ബൈ.